जय गोपीजनवल्लभा जय गिरिवरधारी जय गिरिवरधारी यशोदनन्दन व्रजजनरञ्जन यशोदनन्दन व्रजजनरञ्जन यशोदनन्दन व्रजजनरञ्जन यशोदनन्दन व्रजजनरञ्जन यमुनतीरा वनचारि यमुनतीरा वनचारि जय राधा माधव जय कुञ्ज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे हरे ചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ശ്രീ അനന്തപത്മനാഭ സ്വാമിയുടെ കൃപ കൊണ്ട് നമ്മൾ ഭാഗവതം പഠിച്ചു വരുന്നു. ഇന്നലെ ശ്ലോകം 23 വരെയാണ് നമ്മൾ നോക്കിയത്. പ്രഥമസ്കന്ധം അധ്യായം 2 ശ്ലോകം 23 നമ്മൾ ഇന്നലെ പഠിച്ചു. 24-ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് നോക്കാൻ പോകുന്നു. ഇന്നലെ നമ്മൾ ഗുണാവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഗുണാവതാരങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം പുരുഷാവതാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, ഇവരുടെ എല്ലാവരുടെയും റോളുകൾ എന്താണ്, ഭൗതിക ലോകത്തിലെ ഈ ഒരു സൃഷ്ടിയുമായി സംബന്ധിച്ച് എന്താണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടികൾ എന്താണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ്റെ വിസ്തരണങ്ങൾ എങ്ങനെയാണെന്നുള്ളതും ഇതെല്ലാം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഗുണാവതാരങ്ങളെക്കുറിച്ച്. അപ്പോൾ ഗുണാവതാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, അല്ലേ? ബ്രഹ്മാവ് ചെയ്യുന്നത് എന്താണ്? വിസർഗം അല്ലെങ്കിൽ സൃഷ്ടിയുമായി സംബന്ധിച്ചുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ ബ്രഹ്മാവ് എന്ത് സൃഷ്ടിയാണ് ചെയ്യുന്നതും ഭഗവാൻ വിഷ്ണുവിൻ്റെ സൃഷ്ടിയും എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മൂലകങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് അദ്ദേഹമാണ്. കാര്യം എല്ലാത്തിൻ്റെ തുടക്കം വിഷ്ണുവാണ്. ബ്രഹ്മാവ് ഒരു എൻജിനീയറിൻ്റെ റോളാണ് ചെയ്യുന്നത്. ഒരു എൻജിനീയർ ചെയ്യുന്ന പോലെ ഒരു കെട്ടിടം കെട്ടുന്ന സമയത്ത് ആ കെട്ടിടം കെട്ടാൻ വേണ്ടി വലിയൊരു കെട്ടിടം കെട്ടണമെങ്കിൽ അതിന് ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട്, അല്ലേ? ഇഷ്ടിക വേണം, ഇഷ്ടികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണെങ്കിൽ ബ്രിക്സ് ആണെങ്കിൽ, എന്താണെങ്കിൽ എന്ത് ടൈപ്പാണെങ്കിൽ അത്, വെള്ളം വേണം, സിമൻറ്റ് വേണം, അതേപോലെ കുറേ സംഭവങ്ങൾ ആവശ്യമുണ്ട്. എല്ലാം അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. അതെല്ലാം അറേഞ്ച് ചെയ്യുന്നു. ഫാക്ടറികളിൽ നിന്ന് അത് വരുന്നു. അതെല്ലാം ഉപയോഗിച്ച് അദ്ദേഹം പണിയുന്നു, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് ആ കെട്ടിടം പണിയുന്നു. അതേപോലെയാണ് ബ്രഹ്മാവ്. 24 മൂലകങ്ങൾ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ജീവാത്മാവും ഭഗവാന്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നാണ് ജീവാത്മാക്കൾ വരുന്നത്. സൃഷ്ടി എന്ന് പറയുമ്പോൾ ജീവാത്മാക്കളുടെ കാര്യത്തിൽ സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ശാശ്വതമായിട്ടുള്ളത് കൊണ്ട് സൃഷ്ടി എന്ന് പറയാൻ ശരിക്കും പറയാൻ സാധിക്കില്ല. കാര്യം സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും സംഹാരം ഉണ്ടാവില്ലേ എന്ന്. എന്നാൽ ജീവാത്മാക്കൾക്ക് സംഹാരമില്ല, ശാശ്വതമാണ്. എന്നാൽ നമുക്ക് പറയാം ജീവാത്മാക്കൾ വരുന്നത് ഭഗവാനിൽ നിന്നാണെന്ന് പറയുന്നു. ഭഗവാനിൽ നിന്നാണെന്ന് നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കി. മമേ വാംശോ ജീവലോകെ ജീവഭൂത സനാതനം. ഇനി ജീവാത്മാവുണ്ട്, മൂലകങ്ങളുണ്ട്. ഇനി ബ്രഹ്മാണ്ടത്തിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ആരാണ് നോക്കുന്നത്? ആളുകൾക്ക് ശരീരം കൊടുക്കുന്നതും കർമ്മം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ബ്രഹ്മാവാണ്. അതുകൊണ്ട്
ആ സൃഷ്ടിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതാണ് ഗുണാവതാരത്തിലെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയുമായി സംബന്ധിച്ചുള്ള ആ ഒരു ജോലി അതാണ്. ഇനി സംഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കാൻ, അതായത് സൃഷ്ടി ചെയ്തതിനെ സംഹാരം എന്ന് പറയുന്ന ഒരു പ്രക്രിയയും കൂടെയുണ്ട്. ഈ ഭൗതിക ലോകമെന്ന് പറയുന്നത് ശാശ്വതമല്ല. അത് സൃഷ്ടിക്കുന്നു, അതിനുശേഷം അത് ഭഗവാൻ അത് സംഹാരം ചെയ്യുന്നു, പിന്നെ വീണ്ടും സൃഷ്ടി നടക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരിക്കൽ അതായത് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. മഹാവിഷ്ണുവിൻ്റെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു കാരണോദകശായ വിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ശ്വാസം അദ്ദേഹം വിടുന്ന സമയത്താണ് ഈ ബ്രഹ്മാണ്ടങ്ങൾ വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അദ്ദേഹം ശ്വാസം വലിക്കുന്ന സമയത്ത് തിരിച്ച് ബ്രഹ്മാണ്ടങ്ങൾ അകത്തോട്ട് പോകുന്നു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ആയുസ്സുമായിട്ട് സെയിമാണ്. കാര്യം ബ്രഹ്മാണ്ടം ഭഗവാൻ സൃഷ്ടിച്ച് അതിനുശേഷം ബ്രഹ്മാവ് വരുന്നു. അതിനുശേഷം സംഹാരത്തിൻ്റെ സമയത്ത്, ഇത് മഹാപ്രളയത്തെക്കുറിച്ചാണ് പറയുന്നത്. മഹാപ്രളയം സമയത്ത് എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഭഗവാൻ വിഷ്ണുവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹം ശ്വാസം വിടുന്ന സമയത്ത് വീണ്ടും ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. പിന്നെ ഈ ഒരു പ്രക്രിയ വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. ഇതൊരു സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു തടസ്സമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതാണ് മഹാപ്രളയം. മഹാപ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ആയുസ് എത്രയാണോ അത് കഴിയുമ്പോൾ ബ്രഹ്മാണ്ടം മുഴുവനോ അകത്തോട്ട് പോകുന്നത്. ഇനി മഹാപ്രളയം കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാപ്രളയമല്ലാതെ വേറൊരു പ്രളയമുണ്ട്, നൈമിത്തിക പ്രളയം എന്ന് പറയും. നൈമിത്തിക പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ഓരോ ദിവസത്തിലും പ്രളയം നടക്കുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ കൽപ്പം, അല്ലേ? കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു 864 കോടി വർഷങ്ങൾ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ കാലയളവ്. ഈ കാലയളവിൽ അദ്ദേഹം ഇതാണ് ഒരു ദിവസം. അപ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രി എന്നുള്ള പോലെ 12 മണിക്കൂറാണ് ആക്റ്റീവായിട്ടിരിക്കുന്നത്. പിന്നെയുള്ള 12 മണിക്കൂർ അദ്ദേഹം റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. ഇതെല്ലാ ദിവസവും ഉണ്ട്. അതായത് 432 കോടി വർഷങ്ങൾ ആക്റ്റീവാണെങ്കിൽ ബാക്കി 432 കോടി വർഷങ്ങൾ അദ്ദേഹം ഉറക്കത്തിലാണ് അല്ലെങ്കിൽ യോഗനിദ്രയിലാണ്. അപ്പോൾ ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ഓരോ ദിവസവും ഉണ്ട്. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ആ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ് ഇവിടെ പറയുന്ന പ്രളയമായിട്ട്, അതായത് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. ഇത് കൽപ്പത്തിൽ ഓരോ കൽപ്പങ്ങളിൽ നടക്കുന്നു. മഹാപ്രളയം എന്ന് പറയുമ്പോൾ മുഴുവനും ബ്രഹ്മാണ്ടം ഭഗവാൻ വിഷ്ണുവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ നൈമിത്തിക പ്രളയ സമയത്ത് ബ്രഹ്മാണ്ടം മുഴുവനും പോകുന്നില്ല. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ മഹാപ്രളയം ഒന്നുകൂടെ പറയുന്നു. മഹാപ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രഹ്മാവിൻ്റെ ആയുസ് 100 വയസ്സ് കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ 100 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ഒരു ദിവസത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു ദിവസം 864 കോടിയാണെങ്കിൽ അതേപോലെ ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുണ്ട്. ഇനി അതല്ലാതെ അദ്ദേഹം അങ്ങനെയുള്ള 100 വർഷങ്ങൾ അദ്ദേഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ, അദ്ദേഹത്തിൻ്റെ ആയുസ് നോക്കുവാണെങ്കിൽ ഒരുപാടുണ്ട്. 311 ട്രില്യൺ 40 ബില്യൺ വർഷങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഫുൾ ആയുസ്. ആ സമയം കാലയളവ് കഴിയുമ്പോൾ ആണ് മഹാപ്രളയം നടക്കുന്നതും ഭഗവാന്റെ ശരീരത്തിലേക്ക് ബ്രഹ്മാണ്ടമടക്കം പോകുന്നു. ബ്രഹ്മാവ് ഡെഫിനറ്റ്ലി അതിനുശേഷം ബ്രഹ്മാവ് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു. ബ്രഹ്മാവ് മാത്രമല്ല, ബ്രഹ്മലോകത്തിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ബ്രഹ്മലോകം എന്ന് പറയുന്നത് ഈ ഒരു ഭൗതിക ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനാണ്. അല്ലെങ്കിൽ ഈ ഒരു ബ്രഹ്മാണ്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 14 ലോകങ്ങളിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനമാണ്. അതായത് അവർ പരിശുദ്ധ ഭക്തർ ആയി ഓൾമോസ്റ്റ് അവിടെ ഇങ്ങനെ ബോർഡറിൽ നിൽക്കുവാണ്. എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോവാം ഭഗവാന്റെ അടുത്തേക്ക്. ആ ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ബ്രഹ്മാവിൻ്റെ കൂടെ അവരെല്ലാം വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. പിന്നീട് വേറെ ബ്രഹ്മാവാണ് വരുന്നത്. നമ്മൾ ബ്രഹ്മാവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്, ഒരു വ്യക്തിയല്ല. ആ പൊസിഷൻ യോഗ്യതയുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത സൃഷ്ടി അല്ലെങ്കിൽ അതായത് ഭഗവാൻ വിഷ്ണുവിൻ്റെ ശരീരത്തിലേക്ക് ബ്രഹ്മാണ്ടം പ്രവേശിച്ചു. ഇനി അടുത്ത സൃഷ്ടി സമയത്ത്
വീണ്ടും ബ്രഹ്മാവ് വരുന്നു, അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ പൊസിഷൻ എടുക്കാൻ യോഗ്യതയുള്ള ഒരാൾ വന്ന് അതെടുക്കുന്നു. ഇങ്ങനെയാണ് നടക്കുന്നത്. അതേപോലെ ബ്രഹ്മാവിൻ്റെ പൊസിഷൻ പോലെയാണ് ദേവതമാരുടെ പൊസിഷൻസും. ഇന്ദ്രൻ, ചന്ദ്രൻ, ഇവരെല്ലാവരും പോസ്റ്റുകളാണ്. അതൊരു ഡെസിഗ്നേഷനാണ്. ഇപ്പോൾ ഒരു മാനേജർ എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ ഇന്നൊരാളാണ് മാനേജർ, നാളെ വേറെ ആളാവാം. ആ പോസ്റ്റ് മാറുന്നില്ല, വ്യക്തികൾ മാറുന്നു. ഇതേപോലെയാണ് ദേവതമാർ. അവരുടെ പോസ്റ്റ് അങ്ങനെ തന്നെയുണ്ട്, വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കും. ദേവതമാരുടെ പോസ്റ്റ് മാറുന്നത് മന്വന്തരത്തിലേ മാറുന്നുണ്ട്. മന്വന്തരം അത് പറയുന്നത് 71 ചതുർയുഗങ്ങളാണ് ഒരു മനുവിൻ്റെ കാലയളവ്. അപ്പോൾ ആ മന്വന്തരത്തിലെ ദേവതമാർ മാറുന്നുണ്ട്. ബ്രഹ്മാവ് മാറുന്നില്ല, മറ്റുള്ള ദേവതമാരൊക്കെ മാറുന്നു. എന്നാൽ ഭഗവാൻ ശിവൻ ഇതിലൊന്നും പെടുന്നില്ല. അത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ തത്വമേ വ്യത്യാസമുണ്ട്. ഭഗവാൻ ശിവൻ്റെ പൊസിഷൻ അല്ല, അത് പോസ്റ്റ് അല്ല, അതൊരു വ്യക്തിയാണ്. ഭഗവാൻ ശിവൻ്റെ പോസ്റ്റിലേക്ക് ആർക്കും പോകാൻ സാധിക്കില്ല. ഭഗവാൻ വിഷ്ണുവിൻ്റെ പോസ്റ്റ് അല്ല, അത് അദ്ദേഹം വ്യക്തിയാണ്. അപ്പോൾ ഭഗവാൻ, വിഷ്ണു, ശിവൻ, ഇവർ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. എന്നാൽ മറ്റുള്ളവർ എല്ലാ ദേവതമാരും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ബ്രഹ്മാവ് അടക്കം എല്ലാവരുടെയും പോസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ആ പോസ്റ്റുകൾ അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ ഇതെല്ലാം അത് നൈമിത്തിക പ്രളയത്തിൻ്റെ സമയത്തും മന്വന്തരത്തിലും ഒക്കെ ദേവതമാർ മാറുന്നുണ്ട്. അപ്പോൾ നൈമിത്തിക പ്രളയത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ നടക്കുന്ന കൽപ്പത്തിലെ 12 മണിക്കൂർ അദ്ദേഹം വിശ്രമിക്കുന്ന സമയത്ത് നടക്കുന്ന പ്രളയം. ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പറയുന്നു, എല്ലാ ജീവജാലങ്ങളും ആ സമയത്ത് മൊത്തം ഈ ഒരു ബ്രഹ്മാണ്ടം മുഴുവനും അവിടെ ഒന്നുമില്ല ആക്ടിവിറ്റി, എല്ലാവരും പോകുന്നു. ബ്രഹ്മാവടക്കം ഇവരെല്ലാവരും പോകുന്നത് എവിടേക്കാണ്? ഗർഭോദകശായി വിഷ്ണുവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. കാരണോദകശായി വിഷ്ണുവിൻ്റെ ശരീരത്തിലേക്ക് ബ്രഹ്മാണ്ടം മുഴുവനും ബ്രഹ്മാവ് പോകുന്നതൊക്കെ മഹാപ്രളയത്തിൻ്റെ സമയത്ത് മാത്രമാണ്. എന്നാൽ ഒരു കൽപ്പം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ നടക്കുന്ന നൈമിത്തിക പ്രളയം, ആ പ്രളയം സമയത്ത് ബ്രഹ്മാവടക്കം മറ്റുള്ള എല്ലാവരും തന്നെ എവിടെ വരെ പോകുന്നു? ഗർഭോദകശായി വിഷ്ണുവിൻ്റെ ശരീരത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് അവിടെ റെസ്റ്റ് ചെയ്യുന്നു. പിന്നെ അടുത്ത 12 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പകൽ വരുന്ന സമയത്ത് വീണ്ടും പുറത്തു വരുന്നു. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് ചിന്തിച്ച് ആകെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നു. ഇതെല്ലാം അചിന്ത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ബുദ്ധി ഉപയോഗിച്ച്, പക്ഷേ ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയാണ് സൃഷ്ടിയുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ബ്രഹ്മാവ്, ഇപ്പം നമ്മളിവിടെ ഇതൊക്കെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മാവിനെ കൊടുത്തിട്ടുള്ള ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഗുണാവതാരങ്ങളിലെ സൃഷ്ടിയുമായിട്ട് സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ വിസർഗമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. വിഷ്ണു നേരിട്ട് ചെയ്യുന്നത് എന്താണ്? പരിപാലനമാണ്. സംഹാരത്തിൻ്റെ കാര്യം നോക്കുന്നത് ഭഗവാൻ ശിവനാണ്. ഇതാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം. 24-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നോക്കാം. ഇതെല്ലാം ഈ ഒരു പറയുന്ന ബേസ് എല്ലാം നമ്മൾ കൂടുതൽ സമയമെടുത്ത് ചർച്ച ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഇനി മുന്നോട്ട് നമ്മളിതൊക്കെ കാണും. 2-ാമത്തെ സ്കന്ധത്തിൽ സൃഷ്ടിയുമായി സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 3-ാമത്തെ സ്കന്ധത്തിലും പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതെല്ലാം ഓർമ്മ വരും. അപ്പോൾ ഇപ്പോഴേ നമ്മൾ പഠിച്ചു പോകുമ്പോൾ കൺഫ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിനുള്ള അറിവുകളാണ്. 24-ാമത്തെ ശ്ലോകം. പാർത്ഥിവാധാരുണോ ധൂമസ് തസ്മാത് അഗ്നിസ്ത്രയീമയഃ തമസസ്തു രജസ്തസ്മാത് സത്വം യദ്ബ്രഹ്മദർശനം. വേണുഗോപാൽ പ്രഭു ഉണ്ടോ? ഇല്ല. ഓക്കെ. നിഷ സുരേഷ്? ഓക്കെ. സന്ധ്യ മോഹൻ? ഓക്കെ. ലേഖ പ്രദീപ് മാതാജി? ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം വായിക്കൂ. പാർത്ഥിവാതാരുണോ ധൂമസ് തസ്മാദഗ്നിസ്ത്രയീമയാഃ തസ്മസ്ത്യജസ്തസ്മാത് സത്വം യൽബ്രഹ്മദർശനം. ഹരേ കൃഷ്ണ.
വിവർത്തനം കൂടെ വായിക്കൂ. ഹരേ കൃഷ്ണ. പൃഥ്വിയുടെ തന്നെ ഒരു രൂപാന്തരീകമാണ് വിറക്. എന്നാൽ പുക അസംസ്കൃത തടിയേക്കാൾ മെച്ചപ്പെട്ടതാണ്. പക്ഷെ അഗ്നി അധികം മേന്മയുള്ളതാക്കുന്നു. അഗ്നി മുഖേന വേദങ്ങൾ അനുശാസിക്കുന്ന രാഗങ്ങളിലൂടെ നാം പരമജ്ഞാന നേട്ടം പ്രാപ്തമാക്കുന്നു. അതുപോലെ രജോ ഗുണം തമോ ഗുണത്തേക്കാൾ മെച്ചപ്പെട്ടതാണെങ്കിലും സത്വഗുണം അതീവ മേന്മയുള്ളതാകുന്നു. എന്തെന്നാൽ സത്വഗുണത്തിൽ ഒരാൾ നിരപേക്ഷ സത്യ സാക്ഷാത്കാരം സാധ്യമാക്കി തീർക്കുന്നു. ഹരേ കൃഷ്ണ. ഇപ്പോൾ ഇവിടെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് വിറക്, അതേപോലെ പുക എന്നുള്ളത് അല്ലേ. അപ്പോൾ വിറകും പുകയും അതായത് പറയുന്നു, അത് ആക്ച്വലി ഇതൊരു ഹൈറാർക്കി പറയുന്നെന്ന് മാത്രം. അതായത് തീയാണ് ആക്ച്വലി തീ കത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ വിറകും തീയും പുകയും ഒക്കെ ആയിട്ട് സംബന്ധിച്ച കാര്യം എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ആരെങ്കിലും ഒരാൾ പറയൂ. ഹരേ കൃഷ്ണ. പുക വന്ന് മൂടുന്നു, തീയെ പുക വന്ന് മൂടുന്നു. പിന്നെ വീണ്ടും നമ്മൾ അതിനെ ശക്തിയായി വീണ്ടും ജ്വലിപ്പിക്കുമ്പോൾ മാത്രമാണ് തീ ജ്വലിച്ച് വരുന്നത്. ഓക്കെ, ഈ തീയുണ്ട് ഇവിടെ നോക്കൂ, തീയുണ്ട്. ത്രിഗുണങ്ങളെ കുറിച്ചാണ് പ്രഭുജി. ത്രിഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണ്. ഇവിടെ തീയുണ്ട്, വിറകുണ്ട്, പുകയുണ്ട്. അതെങ്ങനെയാണ്? ഇവിടെ പറയുന്ന ഒരു ഹൈറാർക്കി പറയുകയാണ്. അതായത് ഈ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീയാണ് ഈ മൂന്നിലും വെച്ച് ഏറ്റവും മെച്ചപ്പെട്ടത് അല്ലേ. അപ്പോൾ തീ ഇവിടെ തീ സത്വഗുണം, അതേപോലെ പുക രജോ ഗുണം, വിറക് തമോ ഗുണം. അതെ, യെസ്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു 3 ഗുണങ്ങളിലും ഇവിടെ ഉപമ തന്നിരിക്കുകയാണ് ഇവിടെ ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്ലോകത്തിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, തമോ ഗുണത്തേക്കാൾ മെച്ചപ്പെട്ടതാണ് രജോ ഗുണം, എന്നാൽ രജോ ഗുണത്തേക്കാൾ മെച്ചപ്പെട്ടതാണ് സത്വഗുണം. കാര്യം സത്വഗുണം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സത്വഗുണത്തിലൂടെ മാത്രമേ നമുക്ക് പരമസത്യത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സത്വഗുണം മിനിമം വേണം നമുക്ക്. ഒരു ശുദ്ധ സത്വഗുണത്തിലാണ് ഭക്തി എന്ന് പറയുന്നതിരിക്കുന്നത്. ഈവൻ സത്വഗുണത്തിലുമല്ല, ശുദ്ധ സത്വം എന്ന് പറയും. ശുദ്ധസത്വത്തിലേക്ക് എത്തണമെങ്കിൽ സത്വഗുണം മിനിമം വേണം. അപ്പോൾ തമോ ഗുണവും ശുദ്ധസത്വ ഗുണവും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ മിനിമം സത്വഗുണത്തിലുള്ള ആളുകൾക്കാണ് ശുദ്ധസത്വഗുണത്തിലേക്ക് മാറുവാൻ ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ സാധിക്കുന്നത്. രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് വന്നിട്ട് വേണം ശുദ്ധസത്വഗുണത്തിലേക്ക് മാറാൻ. അപ്പോൾ അതാണ് പറയുന്നത് ഇവിടെ 3 ഗുണങ്ങളുടെ ആ ഒരു ഹൈറാർക്കി പറയുമ്പോൾ പറയുന്നു സത്വഗുണമാണ് ഏറ്റവും നല്ലത്. കാര്യം പരമസത്യത്തെ അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സത്വഗുണം സഹായിക്കുന്നു. അല്ലെങ്കിൽ നമുക്കതിനുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ തോന്നുന്നു. തമോ ഗുണത്തിലുള്ള ആളുകളാണെങ്കിൽ ഉറങ്ങണം, എപ്പോഴും കിടന്ന് ഉറങ്ങണം, എന്തെങ്കിലും ലഹരി കഴിക്കുന്നു, അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, എവിടെയെങ്കിലും ചുരുണ്ടുകൂടിയിരിക്കുന്നു, മടി പിടിച്ചിരിക്കുന്നു. ഇതെല്ലാം തമോ ഗുണത്തിൻ്റെ ലക്ഷണമാണ്. അങ്ങനെയുള്ളവരോട് പറയും ഭാഗവതം പഠിക്കാൻ പറയുന്നു, നാമം ജപിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് സാധിക്കില്ല. അവർക്ക് ഒരിക്കലും സാധിക്കില്ല. നേരെ മറിച്ച് നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാൾ, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത്, അതായത് നല്ല ചിട്ടയോടുകൂടി ഡിസിപ്ലിനോട് പോകുന്ന ഒരാൾക്ക് അങ്ങനെയുള്ള ആളുകളോട് ഇങ്ങനെയുള്ള ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ എളുപ്പമാണ് ഈ ഒരു മാർഗം സ്വീകരിക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത് സത്വഗുണം ആണ് ഈ 3 ഗുണങ്ങളിൽ വെച്ചും ഏറ്റവും മെച്ചപ്പെട്ടത്. സത്വഗുണമാണ് നമ്മളെ പരമസത്യത്തെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന കാര്യം. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഓരോരുത്തരും, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും സത്വഗുണത്തിലേക്ക് ഉയരണം. തമോ ഗുണം രജോ ഗുണമാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മളിൽ ഏറ്റവും കൂടുതലുള്ളത്
തമോ ഗുണവും രജോ ഗുണവുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ രജോ ഗുണമായിരിക്കും. രജോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ തീരുന്നില്ല, ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു. കാലത്ത് മുതൽ രാത്രി വരെ ഓടുന്നു അതിനുവേണ്ടി, ലോകം മുഴുവനും ഓടി നടക്കുന്നു. എന്തിനാണ്? രജോ ഗുണം കൂടുതലാണ്. കാര്യം രജോ ഗുണം കൊണ്ട് അവർ ഓടി നടക്കുന്നു, പൈസ സമ്പാദിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. ഈ ഇന്ദ്രിയ സുഖഭോഗം നേടണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി രജോ ഗുണത്തിൽ എന്തെങ്കിലും നമ്മൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവസാനം നമുക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വന്നു. ഇനി ഇന്ദ്രിയ സുഖഭോഗം നേടുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് പല രീതിയിലാണ്. അതിൽ ചില ആളുകൾ തമോ ഗുണം സ്വീകരിക്കുന്നു, ചില ആളുകൾ രജോ ഗുണം തന്നെ, രജോ ഗുണത്തിലുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകെ പോകുന്നു, ചില ആളുകൾ തമോ ഗുണത്തിലുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകെ പോകുന്നു. അതിന് ഉദാഹരണമാണ് ലഹരിയൊക്കെ. തമോ ഗുണത്തിലുള്ളതാണ്, അതിലും ഒരു സുഖം കണ്ടെത്തുവാണ് ആളുകൾ. അപ്പോൾ കഷ്ടപ്പെട്ട് പൈസയെല്ലാം ഉണ്ടാക്കി, ആ പൈസ ഉണ്ടാക്കണമെങ്കിൽ ഒരു രജോ ഗുണം വേണം. അല്ലെങ്കിൽ ജോലി ചെയ്ത് നമ്മൾ സമ്പാദിക്കണമെങ്കിൽ അതിന് രജോ ഗുണം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. തമോ ഗുണം മാത്രമുള്ള ഒരാൾക്കാണെങ്കിൽ ജോലിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചുരുണ്ടിരിക്കും, എവിടെയും പോവില്ല, ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യാതിരിക്കും. എന്നാൽ രജോ ഗുണം ആവശ്യമാണ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുന്നു, സമ്പാദിക്കുന്നു, പക്ഷേ ഉപയോഗിക്കുന്നത് തമോ ഗുണത്തിലുള്ള കാര്യങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ വേറെയും കാര്യങ്ങൾ വരാം. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ലോകത്തിൽ മുഴുവനും. എന്നാൽ പ്രഭുപാദ് പറയുന്നു, ഒരു ആത്മാർത്ഥതയുള്ള ഒരു ആധ്യാത്മിക കാര്യങ്ങളിൽ പുരോഗതി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മിനിമം സത്വഗുണത്തിലേക്ക് വന്നിരിക്കണം. എന്നാലാണ് നമുക്ക് ഭക്തിയുത സേവനങ്ങൾ ചെയ്യാനുള്ള യോഗ്യത നേടുന്നത്. ഇല്ലെങ്കിൽ യോഗ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രഭുപാദ് പറയുന്നു, അങ്ങനെയുള്ള ആത്മാർത്ഥതയുള്ള ആളുകൾ ഒരു വരിഷ്ഠനായിട്ടുള്ള ഭക്തൻ, ഒരു വരിഷ്ഠനായിട്ടുള്ള ഒരു ഗുരുവിനെ സ്വീകരിക്കണം. അങ്ങനെ ആ ഗുരുവിൽ നിന്ന് അവർ കാര്യങ്ങളെല്ലാം പഠിക്കണം. അങ്ങനെ തമോ ഗുണം രജോ ഗുണത്തിൽ നിന്നും ഈവൻ സത്വഗുണത്തിൽ നിന്നും നമ്മൾ മുന്നോട്ട് വന്ന് പുറത്ത് വന്ന് ശുദ്ധ സത്വഗുണത്തിലേക്ക് ഉയരാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. എന്നാൽ ഇതിന് സഹായിക്കുന്നത് ആരാണ്? വരിഷ്ഠനായിട്ടുള്ള ഒരു ആചാര്യൻ മാത്രമാണ്. അദ്ദേഹത്തിനാണ് സാധിക്കുന്നത്. കാര്യം ഭഗവാന്റെ പ്രതിനിധിയാണ് അങ്ങനെയുള്ള ഗുരുജനങ്ങൾ. അങ്ങനെയുള്ള ഗുരുജനങ്ങളുടെ മഹാകൃപയും അവരുടെ അനുഗ്രഹവും അതേപോലെ അവരുടെ ആ ഒരു ഗൈഡൻസും നമുക്ക് ആവശ്യമാണ്. അതാണ് പ്രഭുപാദ് പറയുന്നത്. ഈ ഗുണങ്ങളിൽ നിന്ന്, ഈ 3 ത്രിഗുണങ്ങളുടെ അധീനതയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരാൻ സഹായിക്കുന്ന കാര്യം അതാണ് എന്നുള്ളത്. വേറെ ഒരു കാര്യം, ഹരേ കൃഷ്ണ ഹരേ വേറൊരു കാര്യം ഇവിടെ പറയുന്നു. ആരാധനയെക്കുറിച്ച് ശിലപ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാനെ ആരാധിക്കുന്നതും വേറെ എന്തെങ്കിലും ആരാധിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. ഭഗവാനെ ആരാധിക്കുന്നതും അന്യദേവതമാരെ ആരാധിക്കുന്നതും, ചില ആളുകൾ ദേവതമാരെയല്ല, ചില ആളുകൾ പല സംഭവങ്ങളെയും വേറെ പല കാര്യങ്ങളെയും ആരാധിക്കുന്നവരുണ്ട്. ഇപ്പോൾ ദേവതമാർ പോയിട്ട് പ്രകൃതിയെ ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ പല ടൈപ്പ് ഓഫ് ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു, പ്രഭുപാദ് പറയുന്നു, അങ്ങനെ ഈ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഭഗവാനെയാണ്, വിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത്, അല്ലാതെ വേറൊന്നുമല്ല എന്നുള്ളത്. എന്നാൽ ഇതിനെക്കുറിച്ച് മുന്നോട്ട് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര, ഇവർ 3 പേരുടെയും റോളുകൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നു. അതേപോലെ ഈ ഗുണങ്ങളുടെ ആ ഒരു ഹൈറാർക്കി നമ്മൾ മനസ്സിലാക്കി. സത്വഗുണമെങ്കിലും സത്വഗുണത്തിൻ്റെ ഒരു ലെവലിലേക്ക് നമ്മൾ വന്നിരിക്കണം ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും. ഇല്ലെങ്കിൽ അത് നമുക്ക് സാധിക്കില്ല. അതിനുവേണ്ടി ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ സഹായം വേണം. ഇതാണ് ഇതിലുള്ള മെയിൻ പോയിന്റ്. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കണം. ആധ്യാത്മിക ഗുരുവിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഇതൊക്കെ പഠിക്കാൻ നമുക്ക് സാധിക്കുന്നു. ശ്ലോകം 25 നോക്കാം. ഭേജിരേ മുനയോ താഗ്രേ ഭഗവന്തം അദോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേ യേനു താൻ ഇഹ.
ഗീതാബായി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം 25. ഓം നമോ ഭഗവതേ വാസുദേവായ. ഷേജിരേ മുനയോ അധാഗ്രേ ഭഗവന്തമദോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേയനുതേ നിഹ. ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം കൂടെ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ അസ്തിത്വം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതമാകയാൽ സർവ ഋഷി ശ്രേഷ്ഠന്മാരും പരമദിവ്യോത്തമ പുരുഷന് സേവനം സമർപ്പിക്കുകയുണ്ടായി. ഭൗതിക അവസ്ഥയിൽ നിന്നും സ്വതന്ത്രരാകാനും അവർ ഭഗവാനെ ആരാധിച്ചു. അവണ്ണമുള്ള ശ്രേഷ്ഠ പ്രാമാണികന്മാരെ പിന്തുടരുന്നതാരായാലും ഭൗതിക ലോകത്തിൽ നിന്നും സ്വതന്ത്രമാകാൻ യോഗ്യരാകുന്നു. ഹരേ കൃഷ്ണ പ്രഭു. കേട്ടൂടെ പ്രഭു? ഹരേ കൃഷ്ണ. അയ്യ പ്രഭു. ഹരേ കൃഷ്ണ. മയക്ക് മ്യൂട്ടായത്. ഓക്കെ, നോ പ്രോബ്ലം. ശരി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഋഷിവര്യന്മാർ ഇവിടെ പറയുന്നു, അവരെല്ലാവരും പരമദൈവോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണനെയാണ് ആരാധിക്കുന്നത്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് മുക്തി, എങ്ങനെയാണ് മുക്തി നേടാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, ഈ ഋഷിവര്യന്മാരെല്ലാവരും അല്ലെങ്കിൽ സാധുജനങ്ങളെല്ലാവരും ഭഗവാനെ അല്ലെങ്കിൽ ആ പരമദൈവോത്തമ പുരുഷൻ ഭഗവാനെയാണ് അവർ ആരാധിക്കുന്നത്. അങ്ങനെ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു. ഇവിടെ പറയുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മുക്തിയെക്കുറിച്ചാണ് പറയുന്നത്. മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും മുക്തിയുണ്ട്. ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതും ഒരു മുക്തിയാണ്. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് മുക്തിയായിട്ട് പറയുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയുന്നത് മുക്തിയാണ്. അല്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ നമ്മൾ അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഒരു നിവാരണം ആണ് ആളുകൾ പറയുന്ന മുക്തിയായിട്ട് പറയുന്നവരുണ്ട്. ഇനി ചില ആളുകൾ പറയും ബ്രഹ്മജ്യോതിയിലേക്ക് പോയി ലയിക്കണം. ബ്രഹ്മജ്യോതിയിലേക്ക് പോയി ലയിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് മുക്തി എന്ന് അവർ പറയുന്നു. അപ്പോൾ പല രീതിയിൽ മുക്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലിബറേഷൻ അല്ലെങ്കിൽ മുക്തിക്ക് അർത്ഥവും വരുന്നുണ്ട്. എന്നാൽ ഭക്തരെ സംബന്ധിച്ച്, ഭഗവാന്റെ ഭക്തരെ സംബന്ധിച്ച് ഈ മുക്തിയൊന്നും അവർക്ക് വിഷയമല്ല. അവർക്ക് സേവനമാണ് വേണ്ടത്, മുക്തിയല്ല. കാര്യം മുക്തി എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നടക്കും. അതിനുവേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാനെ സേവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥയോടുകൂടി ഭക്തിയോ സേവനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് പോകാൻ പോകുന്നത് ആധ്യാത്മിക ലോകത്തിലേക്കാണ്. അവിടെ പോയി ഭഗവാനെ നമ്മൾ സേവിക്കുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ ഭൗതിക ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു, ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ മുക്തി ഓട്ടോമാറ്റിക്കലി അവിടെ നടന്നു. അപ്പോൾ അതിനുവേണ്ടി വേറെ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചില ആളുകൾ ആണെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, എവിടെ പോകണമെന്നൊന്നും അവർക്കറിയില്ല. രക്ഷപ്പെടണം ഇവിടെ നിന്ന്, അത്രയേ ഉള്ളൂ. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, അതൊന്നും അറിയില്ല. അപ്പോൾ എനിവേ, മുക്തിക്കും പല ലെവലുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് മുക്തി, അതായത് ഭക്തിയുത സേവനങ്ങളിലൂടെയാണ് ഇത് സാധ്യമാവുള്ളൂ, അല്ലാതെ വേറെ മാർഗമില്ല. അതാണ് പറയുന്നത്. ഭക്തിയുത സേവനങ്ങൾ, അതും പരമദൈവോത്തമ പുരുഷൻ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ മാത്രമാണ് മുക്തി നേടാൻ സാധിക്കുന്നത്. കാര്യം മുക്തി കൊടുക്കാൻ സാധിക്കുന്നത് മുകുന്ദന് മാത്രമാണ്, ഭഗവാന് മാത്രമാണ്. വേറെ ഒരു അന്യദേവതയ്ക്കും മുക്തി കൊടുക്കാൻ സാധിക്കില്ല. വിഷ്ണുവിന് മാത്രം, കൃഷ്ണന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അവരുടെ പാത പിന്തുടരുന്ന ആളുകൾക്ക് അവർക്കും അതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഋഷിവര്യന്മാരെ അവരുടെ പാത പിന്തുടരുന്നവർക്കും മുക്തി നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ശില പ്രഭുപാദി പറയുന്നു, ധർമ്മം എന്ന് പറയുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് ഈ ഒരു ഭൗതിക ലോകത്തിൽ നിന്ന്
രക്ഷപ്പെട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് പോവുക എന്നുള്ളതാണ് എന്ന് പ്രഭുപാദ് ഇവിടെ പറയുന്നു. അതായിരിക്കണം ധർമ്മത്തിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഇവിടെ തന്നെ സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, വർണ്ണാശ്രമധർമ്മം ഭഗവാൻ തന്നിട്ടുള്ളത്, 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും തന്നിട്ടുള്ളത് ഗ്രാജ്വലി നമ്മളെ ശുദ്ധഭക്തരാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ അതാണ് ഈ ധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ. അപ്പോൾ ഈ ഭൗതിക ലോകത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുന്നു. അതാണ് ധർമ്മത്തിൻ്റെ ലക്ഷ്യമെന്ന് പ്രഭുപാദ് ഇവിടെ പറയുന്നു. എന്നിട്ട് പ്രഭുപാദ് വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ധർമ്മത്തെക്കുറിച്ചും ഭക്തിയുത സേവനങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ വ്യക്തികൾ ആരാണ്? മഹാജനങ്ങളാണെന്ന് പറയുന്നു. അല്ലാത്തവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അല്ലാത്തവർക്കെന്ന് ഉദ്ദേശിക്കുന്നത് ഭക്തിയുത സേവനങ്ങൾ ചെയ്യാത്തവർ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഹാജനങ്ങളല്ലാത്തവർക്ക് എന്താണോ ഈ ഒരു ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും 12 മഹാജനങ്ങളെക്കുറിച്ച് പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട്. 12 മഹാജനങ്ങൾക്ക് ഇത് അറിയുകയുള്ളൂ. അങ്ങനെയല്ല, 12 മഹാജനങ്ങൾക്കറിയാം. എന്നാൽ ആ മഹാജനങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത്, അവർ ചെയ്തിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അവരുടെ പാത പിന്തുടരുന്ന ആളുകൾക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാത്തവർക്ക് സാധിക്കില്ല. ചുരുക്കം പറഞ്ഞാൽ അതാണ്. മഹാജനങ്ങളുടെ പാത പിന്തുടരാൻ, അത് മഹാജനങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഭക്തരാണ്. അവരുടെ പാദങ്ങൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവർ, അതായത് നമ്മളും ഭക്തി സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കും ഇതെല്ലാം, അതായത് ധർമ്മം എന്തിനാണ് തന്നിട്ടുള്ളത്, ധർമ്മത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ ഇതൊക്കെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഒരു ലക്ഷ്യമില്ലാത്ത ഒരു ജീവിതമായി മാറുന്നു. അതാണ് ഇവിടെ പറയുന്നത് പ്രഭുപാദ്. ഇനി 12 മഹാജനങ്ങൾ ആരൊക്കെയാണ്? ആർക്ക് പറയാൻ പറ്റും? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സ്വയംഭൂ, നാരദ, ശംഭു, കുമാരോ, കപിലോ, മനഹു, പ്രഹ്ലാദോ, ജനകോ, ഭീഷ്മോ, ബലിർ, വയ്യാസ, കിർവേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ആരൊക്കെയാണ് 12 പേരൊന്ന് പറയൂ. ബ്രഹ്മാവ്, നാരദൻ, ശിവൻ, കപിലൻ, സനൽകുമാരന്മാർ, പ്രഹ്ലാദൻ, ജനകൻ, ഭീഷ്മർ, സുഖദേവ, ബലി മഹാരാജ്. കഴിഞ്ഞോ? 12 ആയോ? മനു. ഒന്നുകൂടെ പറയൂ, ഓരോന്നായിട്ട്. ബ്രഹ്മാവ്, നാരദൻ, ശംഭു, ശിവൻ, സനൽകുമാരന്മാർ, കപില മഹർഷി, മനു, പ്രഹ്ലാദൻ, ജനകൻ, ഭീഷ്മർ, ബലി മഹാരാജ്, സുഖദേവ മഹർഷി, യമരാജൻ. ഓക്കെ, 12 ആയോ ഇപ്പോൾ? യെസ്. ഓക്കെ. സ്വയംഭൂ, നാരദോ, ശംഭു, കുമാരോ, കപിലോ, മനു, പ്രഹ്ലാദോ, ജനകോ, ഭീഷ്മോ, ബലി, വയ്യാസഖി, വയം. 12 പേര്. മനോഹരമായിട്ടുള്ള ശ്ലോകം, ഭാഗവതത്തിലുള്ള ശ്ലോകം തന്നെയാണ്. താങ്ക് യു മാതാജീസ്. അപ്പോൾ ഇതാണ് 12 മഹാജനങ്ങളെക്കുറിച്ച് ഭാഗവതം പറയുന്നത്. ഇതിൽ വരിഷ്ഠരായിട്ടുള്ള ഭക്തരെ എല്ലാവരെയും കുറിച്ച് പറയുന്നുണ്ട്. സ്വയംഭൂ ബ്രഹ്മാവ് മഹാജനമാണ്, സാധാരണ ഒരു വ്യക്തിയല്ല. നാരദമുനി പറയേണ്ട ആവശ്യമില്ല. ശംഭു മഹാദേവൻ, നമ്മൾ ഓൾറെഡി ഇന്നലെ ശംഭു മഹാദേവനെ കുറിച്ച് പറഞ്ഞു. വൈഷ്ണവാനാം യഥാ ശംഭു. 4 കുമാരന്മാർ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരാണ്. പിന്നെ സ്വയംഭൂമനുവിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ കപിലമുനി, ജനക മഹാരാജ്, അതേപോലെ ഭീഷ്മ പിതാമഹൻ, പ്രഹ്ലാദ് മഹാരാജ്, സുഖദേവ് ഗോസ്വാമി, അതേപോലെ ഇവരെല്ലാവരും മനുഷ്യനായിട്ടുള്ള ഭക്തരാണ്. അപ്പോൾ ഇവരുടെ പാത പിന്തുടരുകയാണെങ്കിൽ പ്രഭുപാദ് ഇവിടെ പറയുന്നു, അങ്ങനെയുള്ളവർക്കും ധർമ്മം എന്തിനാണെന്നുള്ളതും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും. ഇല്ലെങ്കിൽ സാധിക്കില്ല. അല്ലെങ്കിൽ എല്ലാവരും അവരവരുടെ ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത്
മുക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഭഗവാന്റെ അടുത്തേക്ക് ആധ്യാത്മിക ലോകങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്തേ പറ്റൂ. ആ ഭക്തിയുത സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഉദാഹരണങ്ങളുണ്ട്. വരിഷ്ഠരായിട്ടുള്ള ഭക്തർ ചെയ്യുന്നതാണ്. 12 മഹാജനങ്ങൾ ആ ഒരു ശ്രേണിയിലുള്ളവരാണ്. അവർ ചെയ്യുന്നു. അപ്പോൾ അവരുടെ അങ്ങനെയുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തരെ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ, അവർ ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 26. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതാപതിൻ അത നാരായണ കലാശാന്ത ഭജന്തി ഹി അനസൂയവ. ഓക്കെ. ശ്രീദേവി ഹരിവന്ദനം മാതാജി. ഓക്കെ. യമുന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതിനത നാരായണ കലാശാന്ത ഭജന്തേ അനസൂയവ. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കട്ടെ. വായിക്കൂ. മോക്ഷത്തെക്കുറിച്ച് ഗൗരവമായി എടുത്തിട്ടുള്ളവർ തീർച്ചയായും അസൂയയില്ലാത്തവരാണ്. അവർ എല്ലാവരെയും ആദരിക്കുന്നു. എന്നിരുന്നാലും അവർ ഘോരവും ബീഭത്സവുമായ ദേവരൂപങ്ങളെ നിരാകരിച്ച് വിഷ്ണു ഭഗവാന്റെയും അവിടുത്തെ സമഗ്ര അംശങ്ങളുടെയും ആനന്ദസമ്പൂർണമായ രൂപങ്ങളെ മാത്രം ആരാധിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, അതായത് ആരാണോ മുക്തിയെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്, അതായത് ശരിക്കും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർ അസൂയ ഉള്ളവരായിരിക്കില്ല. മാത്രമല്ല, അതായത് ഭഗവാനോട് അസൂയയില്ലാത്തവർ മാത്രമല്ല, അവർ ഈ ഘോരമായിട്ടുള്ള രൂപങ്ങളുള്ള ദേവതമാർ, ഇവിടെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അന്യദേവത ആരാധനയെക്കുറിച്ചാണ് പറയുന്നത്. അന്യദേവത ആരാധന അവർ ചെയ്യാതെ മറിച്ച് ഭഗവാൻ നാരായണൻ്റെ അവതാരങ്ങളെയോ, അതായത് കൃഷ്ണൻ്റെ അവതാരങ്ങളെയോ ആണ് ആരാധിക്കുന്നത്, അല്ലാതെ അന്യദേവതമാരെ അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശില പ്രഭുപാദി ഭാവത്തിൽ പറയുന്നു, ആക്ച്വലി നമ്മൾ ഭഗവത്ഗീതയിൽ ഇത് പഠിക്കുന്നുണ്ട്. അന്യദേവത ആരാധനയെക്കുറിച്ച് അവിടെ ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അത് അവിധിപൂർവകമാണെന്ന് പറയുന്നു. അവിധിപൂർവകം എന്ന് പറഞ്ഞാൽ വിധിപൂർവകമായിട്ടുള്ള കാര്യമല്ല. അന്യദേവതമാരെ ആരാധിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഭഗവാൻ കൃഷ്ണനെയാണ് ആരാധിക്കേണ്ടത്. അദ്ദേഹമാണ് ആരാധ്യ പുരുഷൻ. മറ്റുള്ളവരെ എല്ലാവരും നമ്മൾ ബഹുമാനിക്കണം, എല്ലാവരും ബഹുമാനിക്കണം. ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പരമദൈവത്വ പുരുഷനായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവർ ദേവതമാരുടെ അടുത്ത് പോയി എന്താണ് ചെയ്യുന്നത്, അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും. ഈ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവരെ ഭഗവാനുമായിട്ട്, അല്ലെങ്കിൽ അവർ കാണുന്നത് ഭഗവാൻ കൃഷ്ണനും വിഷ്ണുവും അതേപോലെ അന്യദേവതമാരും തമ്മിൽ വ്യത്യാസമില്ല, എല്ലാം ഒന്ന് തന്നെ എന്നുള്ളൊരു ധാരണയും ഉണ്ടാവും പല ആളുകൾക്കും. എന്നാൽ നമ്മൾ ഇന്നലെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു ആ ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ട്. അപ്പം അന്യദേവതമാരൊക്കെ ഭഗവാന്റെ പ്രതിനിധികളാണ്, എന്നാൽ അവർ വിഷ്ണു തത്വങ്ങളല്ല, വിഷ്ണു തത്വങ്ങളേ അല്ല. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്, ഈ ശ്ലോകത്തിൽ പറയുന്നത്, മുക്തരാവൻ അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഭഗവാൻ വിഷ്ണുവിനെയോ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെയോ അല്ലെങ്കിൽ കൃഷ്ണനെയോ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെയോ ആണ് ആരാധിക്കേണ്ടത്. വിഷ്ണു തത്വത്തെയാണ് ആരാധിക്കേണ്ടത്, അല്ലാതെ അന്യദേവതമാരെയല്ല എന്നുള്ളത് ഇവിടെ പറയുന്നു. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇവരെല്ലാവരും, ഈ അന്യദേവതമാരെല്ലാവരും ഭഗവാന്റെ നമ്മളെപ്പോലെ ഓരോ ജീവാത്മാക്കളാണ് അവരും. സംശയമില്ല ആ കാര്യത്തിൽ. മഹാദേവൻ ജീവാത്മാവല്ല, ശിവതത്വമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ബാക്കിയുള്ള ദേവതമാരെല്ലാവരും ഭഗവാന്റെ അംശമാണ്. മമൈ വംശ ജീവലോകെ എന്ന് പറയുന്നതിൽ പെടുന്നവരും. എന്നാൽ അവരുടെ റോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഭൗതിക ലോക, ഈ ബ്രഹ്മാണ്ടവും ഒക്കെ നോക്കുകയാണെങ്കിൽ
ഈ ഒരു ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുണ്ട്. ഇവിടുത്തെ സൂര്യൻ വേണം, വെളിച്ചം വേണം, വെള്ളം വേണം, മഴ വേണം. അപ്പോൾ ഇതെല്ലാം നോക്കി നടത്താൻ ആളുകൾ വേണം. അതിന് യോഗ്യതയുള്ള ആളുകൾക്ക് ആ പോസ്റ്റ് കൊടുക്കുന്നു. അതാണ് ചെയ്യുന്നത്. അപ്പോൾ വിഭിന്ന അംശ സ്വാംശ, അങ്ങനെ രണ്ട് കാര്യങ്ങൾ പറയും. വിഭിന്ന അംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ജീവാത്മാക്കൾ. അപ്പോൾ ജീവാത്മാക്കൾ ഭഗവാന്റെ അംശമാണോ? യെസ്, അംശമാണ്. എന്നാൽ വിഭിന്ന അംശം എന്നാണ് പറയുന്നത്. സ്വാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ വിസ്തരണങ്ങളെയാണ് സ്വാംശം എന്ന് പറയുന്നത്, സ്വാംശാവതാരങ്ങളൊക്കെ. വിഭിന്ന അംശം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആണ് നമ്മൾ, ഭഗവാനിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ വിഭിന്ന അംശം എന്നാണ് വിളിക്കുക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ തടസ്ഥ ശക്തിയിലാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ജീവാത്മാക്കൾ തടസ്ഥ ശക്തിയാണ്. തടസ്ഥ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഭഗവാന്റെ ആന്തരിക ശക്തിയിൽ നിൽക്കാം, അല്ലെങ്കിൽ ഭഗവാന്റെ ബഹിരാംഗ ശക്തിയിൽ ഇരിക്കാം. എവിടെ വേണമെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഓപ്ഷനുണ്ട് അങ്ങനെയുള്ളവർക്ക്. അതുകൊണ്ടാണ് തടസ്ഥ എന്ന് പറയുന്നത്. തടസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ടിനും നടുക്ക് ഉള്ള അവസ്ഥയാണ്. ഇവിടെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദി പറയുന്നു, എല്ലാ ദേവതമാർക്കും ശക്തി കൊടുക്കുന്നത് ഭഗവാൻ കൃഷ്ണനാണ് എന്നുള്ളത്. കാര്യം അവരും നമ്മളെപ്പോലെ അംശങ്ങളാണ്, ഭഗവാന്റെ വിഭിന്ന അംശങ്ങളിൽ പെടുന്നവരാണ്. എന്നാൽ വിഷ്ണു തത്വമല്ല അവർ. ഈ ഒരു കാര്യം പറയുന്നു. അപ്പോൾ ആരാധന എന്ന് പറയുമ്പോൾ, വർഷിപ്പ് അല്ലെങ്കിൽ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിഷ്ണു തത്വങ്ങളെയാണ് ചെയ്യേണ്ടത്. അതാണ് ശാസ്ത്രങ്ങൾ ശരിക്കും പറയുന്ന കാര്യം. അല്ലെങ്കിൽ ഭാഗവതം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തരുന്ന കാര്യം അതാണ്. അന്യദേവതമാരുടെ ആരാധനയെക്കുറിച്ച് ഇവിടെ കുറേ കാര്യങ്ങൾ ഇവിടെ ഭയാനകമായിട്ടുള്ള ദേവതമാരെക്കുറിച്ചുള്ളൊരു കാര്യം ഇവിടെ ശ്ലോകത്തിൽ എടുത്തു പറഞ്ഞു. ഭയാനകമായിട്ടുള്ള ദേവതമാരെ വേണമെന്നില്ല, ഏത് ദേവതമാരായാലും. ഇവിടെ കാലഭൈരവ, ശ്മശാന ഭൈരവ, ശനി, മഹാകാളി, ചണ്ഡിക എന്നുള്ള ഉദാഹരണങ്ങളൊക്കെ പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രഹ്മ, ശിവ, സൂര്യ, ഗണേശ ഇവരെല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്. അതായത് അംശം എന്ന് പറഞ്ഞാൽ വിഭിന്ന അംശങ്ങളാണ് നമ്മളെപ്പോലെ. എന്നാൽ അവർക്ക് ക്വാളിഫിക്കേഷൻ കൂടുതലാണ് തീർച്ചയായിട്ടും, അല്ലേ? നമുക്കറിയാം അതിനുള്ള യോഗ്യത ഉള്ളതുകൊണ്ടാണ് അവർ ആ പൊസിഷൻ എടുക്കുന്നത്. ബ്രഹ്മാവ്, അതേപോലെ സൂര്യദേവൻ, ഗണേഷ് ഇവരെല്ലാവരും. എന്നാൽ ഇവരാരും ശുദ്ധസത്വം അല്ലെങ്കിൽ ഇവരാരും വിഷ്ണു തത്വങ്ങളല്ല എന്നുള്ളത് മനസ്സിലാക്കണം. വിഷ്ണു തത്വം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ വരും. കൃഷ്ണൻ്റെ അംശാവതാരങ്ങളെല്ലാം വരുന്നു. നാരായണൻ, ദാമോദരൻ, വാമനൻ, അധോക്ഷജൻ, ഗോവിന്ദൻ ഇവരെല്ലാവരും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുള്ള ചതുർ വ്യൂഹമാണെങ്കിലും ഇൻക്ലൂഡിങ് പുരുഷ അവതാരങ്ങൾ എല്ലാം ഭഗവാന്റെ അവതാരങ്ങളാണ്, വിഷ്ണു തത്വങ്ങളാണ്. അപ്പോൾ അവരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്നുള്ളത് പ്രഭുപാദ് ഇവിടെ എടുത്തു പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതായത് അന്യദേവതമാരുടെ അടുത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവാനോട് നേരിട്ട് ചോദിച്ചാൽ പോരെ. അവിധിപൂർവകമാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ കാര്യം ഭഗവത്ഗീതയിൽ പറയുന്നു, ഇനി ഏതെങ്കിലും ദേവതമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള ഒരു നേട്ടം നമുക്ക് കിട്ടുവാണെങ്കിൽ, വരം കിട്ടുവാണെങ്കിൽ, അതിൻ്റെ അർത്ഥം അത് അവർ കൊടുക്കുന്നതല്ല, അവർക്ക് അത് കൊടുക്കാനുള്ള ശക്തി കൊടുക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതും കൊടുക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അതാണ് ഭഗവാൻ പറയുന്നത്. അവരെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു, അവർ വരം കൊടുക്കുന്നു, വരം സ്വീകരിക്കുന്നു, പോകുന്ന ആൾ അവർ വിചാരിക്കുന്നു ഈ ദേവതയാണ് തന്നത് എന്നുള്ളത്. ആക്ച്വലി അവർക്ക് അത് കൊടുക്കാനുള്ള ശക്തി കൊടുക്കുന്നത് ഭഗവാനാണ്. ആ ഒരു കാര്യം കൂടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നേരിട്ട് നമുക്ക് ഭഗവാനെ ആരാധിച്ചാൽ പോരെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നീട് പ്രഭുപാദ് ഇവിടെ ഹിരണ്യകശിപുവിനെ കുറിച്ച് പറയുന്നു. ഹിരണ്യകശിപു തപസ് ചെയ്യുന്നതും ബ്രഹ്മാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നോക്കുന്നതും ബ്രഹ്മാവിനെയാണ് അദ്ദേഹം ധ്യാനിക്കുന്നതും. അങ്ങനെ മുക്തിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബ്രഹ്മാവ് ചോദിക്കുമ്പോൾ എന്ത് വരം വേണമെന്ന് ചോദിക്കുമ്പോൾ മുക്തിയാണ് ചോദിക്കുന്നത്. എന്നാൽ മുക്തി എനിക്ക് തരാൻ സാധിക്കില്ല എന്ന് ബ്രഹ്മാവ് പറയുന്നു. അത് ഭഗവാൻ കൃഷ്ണന് മാത്രമേ, വിഷ്ണുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീടാണ് വരം വേറെ രീതിയിൽ എല്ലാ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഉപയോഗിച്ച് വരം അദ്ദേഹം കൊടുക്കുന്നതും ആ വരമാണ് ഹിരണ്യകശിപു ചോദിക്കുന്നതനുസരിച്ച് കൊടുക്കുന്നത്. പ്രഭുപാദ് ഒരു കാര്യം കൂടെ ഇവിടെ എടുത്തു പറയുന്നു.
ഈ ദേവതമാർ അവർ താൽക്കാലികമായിട്ടുള്ള ചില വരങ്ങളൊക്കെ കൊടുക്കും ആളുകൾക്ക്. എന്നാൽ ശാശ്വതമായിട്ടുള്ളതല്ല. കാര്യം ശാശ്വതമായിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, അത് അല്ല ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി ഭഗവാന്റെ അടുത്തേക്ക് പോയി അവിടെ ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. അതായത് മുക്തിയുമായ ഭക്തിയും ഇതെല്ലാം അതെല്ലാം ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. താൽക്കാലികമായിട്ടുള്ള ധനം ദേഹി, പുത്രം ദേഹി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരോട് പോകുന്നത്. അന്യദേവതമാരുടെ അടുത്ത് പോയി വലിയ ലിസ്റ്റുമായിട്ട് പോകും. പൈസ വേണം, ജോലി വേണം, നല്ല കുട്ടികൾ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതിക തലത്തിലുള്ള പല കാര്യങ്ങളും ആഗ്രഹത്തോടു കൂടി പോകുന്നു. അവരെന്തെങ്കിലും സാധിപ്പിച്ചു കൊടുക്കും, കഴിഞ്ഞു. അത് നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു, അതെങ്ങനെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ, ഇതൊന്നും അവർ നോക്കുന്നില്ല. ദേവതമാരെ പ്രീതിപ്പെടുത്തുമ്പോൾ അവർ വരം കൊടുക്കുന്നു. എന്നാൽ ഈ വരങ്ങളെല്ലാം താൽക്കാലികമാണ്. ശാശ്വതമായിട്ടുള്ള ഒന്നും അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. ശാശ്വതമായിട്ടുള്ളത് ഒന്നേ ഒന്നുള്ളൂ, അത് ഭക്തിയാണ്. ഭക്തിയുമായി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ആ കാര്യം ഭഗവാൻ കൃഷ്ണനാണ്, അല്ലെങ്കിൽ ഭഗവാൻ നേരിട്ട് ആണ് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള ശാശ്വതമായിട്ടുള്ളൊരു വരം കൊടുക്കാൻ സാധിക്കുന്നത് ഭഗവാന് മാത്രമേ ഉള്ളൂ, അന്യദേവതമാർക്ക് സാധിക്കില്ല എന്നുള്ളത് പ്രഭുപാദ് ഇവിടെ എടുത്തു പറയുന്നു. അടുത്ത ശ്ലോകവും ഇതുമായിട്ട് സംബന്ധിച്ചതാണ്. നമ്മൾ ഈ ശ്ലോകം കൂടി ഇന്ന് പഠിക്കാം. ഈ ഒരു സെക്ഷനിൽ വരുന്നത് തന്നെയാണ്, ഈ അന്യദേവത ആരാധനയെക്കുറിച്ച് പറയുന്ന സെക്ഷനിൽ വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് നമുക്കത് നോക്കാം. ശ്ലോകം 27. രജസ്തമ പ്രകൃത്യ സമ ശീലാ ഭജന്തി വൈ പിതൃഭൂത പ്രജേശാദിൻ ശ്രീയൈശ്വര്യ പ്രജേപ്ഷവഃ. ഓക്കെ, കുമാരി ശൈലജ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. രജസ്തമ പ്രകൃതയ സമശീല ഭജന്തി വൈ പിതൃഭൂത പ്രജേശാദി ശ്രീയൈശ്വര്യ പ്രജേപ്സവ. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. രജോ തമോ ഗുണത്തിൽ അധിഷ്ഠിതരായവർ കന്യകമാർ സമ്പത്ത്, അധികാരം, സന്തതി എന്നീ ഭൗതിക നേട്ടങ്ങൾ അഭിലഷിക്കുകയാൽ ആ ഭൗതിക നേട്ടങ്ങളുടെ ക്ഷിപ്രസാധ്യത്തിനായി പിതൃക്കളെയും മറ്റ് ജീവാത്മാക്കളെയും വിശ്വപ്രവർത്തനങ്ങളുടെ അധികാരമുള്ള ദേവന്മാരെയും ആരാധിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഇവിടെ പറയുന്നത് എന്താണ്? ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ പറയുന്നുണ്ട് ശ്ലോകത്തിൽ, അല്ലേ? അതായത് സ്ത്രീ, അല്ലെങ്കിൽ ധനം, ശക്തി, അല്ലെങ്കിൽ നല്ല കുട്ടികൾ, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാം, ഫേമസ് ആവുന്ന കാര്യം, കീർത്തി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഇതെല്ലാം ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ അന്യദേവതമാരുടെ അടുത്ത് പോകുന്നു, അവരോട് ചോദിക്കുന്നു, അവരെ ആരാധിക്കുന്നു, അവരോട് ചോദിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു കാറ്റഗറി ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് പറയുന്നത്, അതായത് രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ളവരാണ് ഇങ്ങനെയുള്ളത് ചെയ്യുക. സത്വഗുണത്തിലുള്ളവർ ഭഗവാൻ വിഷ്ണുവിനെയാണ് ആരാധിക്കുക. സത്വഗുണവും സത്വഗുണത്തിൻ്റെ മുകളിലുള്ളവർ വിഷ്ണു ആരാധനയാണ് ചെയ്യുന്നത്. കാര്യം വിഷ്ണു ആരാധനയിൽ ഭൗതിക തലത്തിലുള്ള ഒന്നും ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ അതിന് പ്രാധാന്യമില്ല. അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യം വരാം, ഇനി സത്വഗുണത്തിലുള്ള ആളുകളും അവർക്കും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഭഗവാൻ വിഷ്ണുവിനോട് ചോദിക്കുക. സിമ്പിൾ. അകാമ സർവകാമോവ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. ഭാഗവതം പറയുന്നതാണ് 2ാമത്തെ സ്കന്ധത്തിൽ. അകാമ, ആഗ്രഹമില്ലാത്ത ആളുകളോ, സർവകാമോവ, ഒരുപാട് ആഗ്രഹങ്ങൾ, ഭൗതിക ആഗ്രഹങ്ങളുള്ളവരോ, മോക്ഷകാമ, മോക്ഷം ആഗ്രഹിക്കുന്നവരോ ആരാണെങ്കിലാവട്ടെ, തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. പരമദിവ്യതമ പുരുഷൻ ഭഗവാൻ കൃഷ്ണനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ഭാഗവതം പറയുന്നു. വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിലും നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, ഭഗവാന്റെ അടുത്ത് പോയാൽ മതി. അതാണ് ഭഗവാനും പറയുന്നത്, ഭാഗവതം പറയുന്നത്. അല്ലാതെ അന്യദേവതമാരുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. അവരെ നമ്മൾ ബഹുമാനിക്കുക, അവരുടെ പൊസിഷനെ ബഹുമാനിക്കുക, ഭഗവാന്റെ സേവകരാണ്, ഭക്തരാണ് എന്നുള്ള ഭാവത്തിൽ അവരെ കാണുക.
അവരോട് ചോദിക്കാം കൃഷ്ണഭക്തി, വിഷ്ണുഭക്തി, അത് ചോദിക്കാം, അതിന് തെറ്റില്ല. അല്ലാതെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളോട് കൂടി പോകുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ പറയുന്നു രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ള ആളുകളാണ് അത് ചെയ്യുന്നത്. ഇതൊക്കെ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഈ ഒരു കൃഷ്ണഭക്തിയിലേക്ക് വരുന്നേക്കാൾ മുമ്പ്, ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നേക്കാൾ മുമ്പ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴാണ് ക്ലാരിറ്റി വരുന്നത്. നോക്കൂ, ഭാഗവതത്തിലെ ശ്ലോകമാണ്, ഭാഗവതത്തിലെ ശ്ലോകങ്ങളാണ്. ഇതേപോലെ തന്നെ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഭഗവത്ഗീതയും ഭാഗവതം പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് എല്ലാത്തിനും ക്ലാരിറ്റി ഉണ്ട്. അത് വേണ്ട രീതിയിൽ ആളുകൾ പഠിക്കുന്നില്ല, അതാണ് പ്രശ്നം. ശിലപ്രഭാജി ഇവിടെ ഭാവാർത്ഥത്തിൽ അദ്ദേഹം അന്യദേവത ആരാധനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞു, 7ാമത്തെ അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അന്യദേവതമാരുടെ അടുത്ത് പോകുന്നതൊക്കെ. എന്നാൽ വിഷ്ണു ആരാധന ചെയ്യുന്നവർക്ക് അവർക്ക് ശാശ്വതമായിട്ടുള്ള ഗുണങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. അല്ലാത്തവർ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ധനം ദേഹി പുത്രൻ ദേഹി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പോകും. എന്നാൽ പ്രഭുപാദ്ജി പറയുന്നു, ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതല്ല. ഭൗതിക തലത്തിലുള്ള നേട്ടങ്ങളല്ല നമ്മുടെ ലക്ഷ്യം. പേരും പ്രശസ്തിയും ധനവും ഇതൊന്നുമല്ല നമ്മുടെ നേട്ടങ്ങൾ. ശരിയായിട്ടുള്ള നേട്ടം, ശരിയായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭുപാദ് പറയുന്നു, ഈ ഭൗതിക ലോകത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോകാമെന്നുള്ളതാണ്. അല്ലാതെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ കൂട്ടുക എന്നുള്ളതല്ല. ഇവിടെയുള്ള പ്രശ്നങ്ങൾ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്ക് പുറകിൽ നമ്മൾ പോവുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ വിചാരിക്കുന്നു അത് നമുക്ക് സുഖം തരുന്നു എന്നുള്ളത്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, കർമ്മബന്ധനത്തിൻ്റെ ആ കടുങ്കെട്ട്, ആ കെട്ട് കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കർമ്മബന്ധനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കൂടുതൽ ഇന്ദ്രിയ സുഖങ്ങൾ നേടാൻ നോക്കുമ്പോൾ ഈ ഭൗതിക ലോകത്ത് കൂടുതൽ നമ്മൾ പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ ഒരു സത്യം ആരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് വിരക്തി വേണമെന്ന് പറയുന്നത്, വൈരാഗ്യം വേണമെന്ന് പറയുന്ന കാര്യം. അതിനോട് ആസക്തി വന്നു കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നു. ഈ താൽക്കാലികമായിട്ട് ഏതെങ്കിലും ഇന്ദ്രിയത്തിന് കുറച്ച് സുഖം കിട്ടുന്നുണ്ടാവും, പക്ഷേ വലിയൊരു പ്രശ്നമാണ് സംഭവിക്കുന്നത്. കർമ്മബന്ധനങ്ങളുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ആളുകൾ കാലാകാലങ്ങൾ അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളായിട്ട് ഈ ഭൗതിക ലോകത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്നത്, രക്ഷപ്പെടാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. അതാണ് ഈ മനുഷ്യ ശരീരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മനുഷ്യ ശരീരം കൊണ്ട് ഉദ്ദേശിക്കുന്ന നിശ്രേയസ്സായ വിഷയ കലോ സർവതാസ്യത്. അതായത് എങ്ങനെയെങ്കിലും ഈ ഒരു ശരീരം മരിച്ച് വീഴുന്നേക്കാൾ മുമ്പ് നമ്മൾ മുക്തി അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് ഈ ലോകത്തു നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ നോക്കണം. അടുത്തൊരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു നടപടി നമ്മൾ എടുക്കാൻ പാടില്ല. ഈ ജന്മത്തിലെ ഇവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ള തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ എന്താണ്, വീണ്ടും സംഭവിക്കും, വീണ്ടും ജനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇതേപോലുള്ളൊരു സുവർണ അവസരം നമുക്ക് കിട്ടുമോ എന്ന് അറിയില്ല, ഒന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അതാണ് പറയുന്നത് പ്രഭുപാദ് വീണ്ടും വീണ്ടും പറയുന്നു, ഇവിടെ സുഖങ്ങൾ നേടുകയല്ല നമ്മുടെ ലക്ഷ്യം, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നതാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ട കാര്യമെന്ന് പ്രഭുപാദ് പറയുന്നു. പിന്നീട് പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു, അതുകൊണ്ട് ഓരോരുത്തരും നല്ല രീതിയിൽ പരിശ്രമിക്കുക, ജോലി ചെയ്യാം, പൈസ ഉണ്ടാക്കാം. ഇവിടെ ജീവിക്കാൻ വേണ്ടി നമുക്ക് ജോലികൾ ചെയ്യേണ്ടി വരും, പൈസ വേണ്ടി വരും, ഇതൊക്കെ ആവശ്യമാണ്. ചെയ്യരുതെന്ന് ആരും പറയുന്നില്ല. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മരയുദ്ധ്യച്ച മൈ അർപ്പിത മനോബുദ്ധിർ. ഇതാണ് അർജുനന് കൊടുത്ത ഉപദേശം. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മരയുദ്ധ്യച്ച. അർജുന, നീ നിൻ്റെ ഡ്യൂട്ടി നിർത്തരുത്. ക്ഷത്രിയനാണ്, യുദ്ധം ചെയ്യണം. പക്ഷെ എങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്? തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര. എന്നെ സ്മരിച്ചുകൊണ്ട്, മൈ അർപ്പിത മനോബുദ്ധിർ, എന്നിൽ മനസ്സും ബുദ്ധിയും സമർപ്പിച്ചുകൊണ്ട്, എന്നെ ഓർത്തുകൊണ്ട് നീ നിൻ്റെ കർമ്മം ചെയ്യൂ. ഇതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളും ചെയ്യേണ്ടത് അതാണ്. നമ്മളും ഒരുപാട് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോലികൾ ചെയ്യാം, എന്നാൽ ഇതെല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട്.
തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധി. അവിടെ യുദ്ധമാണ് ചെയ്യുന്നത്, നമ്മളിവിടെ മറ്റുള്ള യുദ്ധങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ ജോലികൾ വേറെയാണ്. അർജുനൻ അദ്ദേഹം ക്ഷത്രിയനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അതായിരുന്നു. നമ്മുടെ ഡ്യൂട്ടി വേറെ ഡ്യൂട്ടികളാണ്. ആ ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യുക, ഭഗവാനെ ഓർത്തുകൊണ്ട്, ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട്. അപ്പോൾ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്താണോ അതും ഭഗവാനെ സമർപ്പിക്കുക. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്ന് ഇവിടെ പറയുന്നു. ശ്രീല പ്രഭുപാദ് ഫൈനലി ഒരു കാര്യം കൂടെ പറയുന്നു. ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനത്തിൽ അദ്ദേഹം ഇത്തവണ 5000 വർഷങ്ങൾ മുമ്പ് ഈ കൽപ്പത്തിൽ അദ്ദേഹം അവതരിച്ച സമയത്ത് നമുക്കെല്ലാവർക്കും അറിയുന്ന കഥയാണ്. ഇന്ദ്രപൂജ അദ്ദേഹം മുടക്കിക്കൊണ്ട് ഗോവർദ്ധൻ പൂജ ചെയ്യാൻ പറയുന്നു, അല്ലേ? ആ കഥയെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇവിടെ പ്രഭുപാദ് പറയുന്നത് കൃഷ്ണൻ്റെ അവതാരത്തിൽ തന്നെ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അന്യദേവതമാരുടെ പൂജ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഗോവർദ്ധൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെയാണ്. ഭഗവാൻ കൃഷ്ണനെ ആരാധിച്ചാൽ മതി, അല്ലെങ്കിൽ വിഷ്ണുവിനെ ആരാധിച്ചാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണനും അവതാരത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ അവതാരത്തിലൂടെയും അദ്ദേഹം ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രഭുപാദ് ഫൈനലി പറയുന്നു, ഭാഗവത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ധർമ്മ പ്രോചിത കൈതവത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാത്പരേ ഈശ്വര സദ്യോ ഹൃദയവരുദ്ധ്യ തത്ര കൃതിപി ശുശ്രൂഷുഭിസ്തക്ഷണാത് ധർമ്മപ്രോചിത കൈതവ അത്ര പരമോ. ഈ ഭാഗവതം അത്ര, ശ്രീമദ് ഭാഗവതം കൈതവധർമ്മത്തെ റിജക്റ്റ് ചെയ്യുന്നു. കൈതവധർമ്മം എന്ന് പറയുന്നതാണ് ഇതെല്ലാം. അന്യദേവത ആരാധനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ, സ്വർഗ്ഗലോകത്തിലേക്ക് പോകാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്യുന്നു. ഇതെല്ലാം കൈതവധർമ്മങ്ങളാണ്. എന്നാൽ ഭാഗവതം പറയുന്നു അതൊക്കെ മാറ്റിവെച്ചോളൂ, ഭാഗവതധർമ്മം നിങ്ങൾ ചെയ്യൂ. എന്നാണ് ഭാഗവതധർമ്മം? ഭഗവാനെ സേവിക്കുക, ഭഗവാൻ കൃഷ്ണനെ, വിഷ്ണുവിനെ ആരാധിക്കുക. ഇതാണ് ഭാഗവതധർമ്മം. അത് ചെയ്യുകയാണെങ്കിൽ എല്ലാ സക്സസ്സും ഉണ്ടാവും. നമുക്ക് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഭാഗവതധർമ്മമാണ്. ശ്രവണം, കീർത്തനം, സ്മരണം, ഇതെല്ലാം ഭഗവാനെക്കുറിച്ച് ശ്രവിക്കുക, ഭഗവാന്റെ നാമം ചൊല്ലുക, ഭഗവാനെ ആരാധിക്കുക, ഇതെല്ലാമാണ് ഭാഗവതം പഠിക്കുക, കേൾക്കുക. ഇതാണ് ഭാഗവതധർമ്മം. മറ്റുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല. അതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യം. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്ത ശ്ലോകം, മനോഹരമായിട്ടുള്ള ശ്ലോകമാണ് അടുത്ത 2 ശ്ലോകങ്ങൾ. ആ ശ്ലോകം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ ശ്രമിക്കാം, ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ. ഗ്രന്ഥരാജ ശ്രീമദ് ഭാഗവതം की जय, जगद्गुरु श्रीला प्रभुपाद की जय, समवेद गौर भक्तवृंद की जय, शचिनंदन श्री गौर हरि की जय, गौड़ीय गुरुवृंद की जय, श्री वृंदावन धाम की जय. जय 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 श्री राधे श्याम निताय गौर प्रेमानंदे. हरे कृष्ण. സംശയം എന്തെങ്കിലും ചോദിക്കാം. ഹരേ കൃഷ്ണ. പ്രഭു, ഈ ധർമ്മ പ്രോജിത എന്ന് വെച്ചാൽ എന്തിനാണ്? കൈതവ ധർമ്മം മറ്റേ ഇതാണ്, പക്ഷെ ധർമ്മ പ്രോജിത എന്ന് വെച്ചാൽ എന്താണ്? മാതാജി ആദ്യത്തെ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നില്ല ഭാഗവതം. ഇത് നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. ആദ്യത്തെ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നോ? ആദ്യത്തെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നില്ല. ഓക്കെ. പ്രോജിത എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. കൈതവ ധർമ്മങ്ങളെ പ്രോജിത എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യുന്നതാണ്. റിജക്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ തള്ളിക്കളയാൻ. ഓക്കെ. ഹരേ കൃഷ്ണ. പ്രഭു, നമുക്ക് അന്യദേവതമാരെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനോ വിഷ്ണു തത്വങ്ങളെയോ അല്ലാത്ത ആരെ ആരാധിക്കുന്നു? അന്യദേവതമാരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭഗവാൻ ശിവനെ ആരാധിക്കുന്നു, ഗണപതി ആരാധിക്കുന്നു, ദുർഗാദേവി ആരാധിക്കുന്നു, ദേവി പാർവതി ദേവി ആവട്ടെ, അതേപോലെ ലക്ഷ്മി, ആരാ? സരസ്വതി ദേവി, ലക്ഷ്മി ദേവി വിഷ്ണുവിൻ്റെ കൂടെ ആരാധിക്കേണ്ടതാണ്. കാരണം വിഷ്ണുവിൻ്റെ പത്നിയാണെങ്കിൽ വിഷ്ണുവിനെയും കൂടെ ചേർത്ത് ആരാധിക്കണം, ലക്ഷ്മി ദേവിയെ മാത്രമല്ല.
ലക്ഷ്മി ദേവി ഒന്നും. അപ്പോൾ പ്രഭുജി നമ്മള് ഒരു ഒറ്റ മിനിറ്റ്. ഹരേ കൃഷ്ണ മാതാജി, ഒരു മിനിറ്റ്.